നമസ്കാരം ശ്രീല. നാളെ LDF യോഗം നടക്കാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ADGP അജിത് കുമാറിനെ പിണറായി വിജയൻ കൈവിടുമോ ഇല്ലയോ? പ്രീത, ഏതാണ്ട് 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ ആരോപണങ്ങൾ ഉണ്ടായ ശേഷം. ആദ്യത്തെ ആരോപണം ADGPയെ കുറിച്ച് വരുന്ന കൊലപാതകം അടക്കമുള്ള ഗുരുതരമായ ആരോപണം, ഫോൺ ചോർത്തൽ, കൊലപാതകം, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം, ഇങ്ങനെയുള്ള നിരവധി ആരോപണങ്ങളായിരുന്നു ADGP അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നത്. അന്നും ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ADGPക്ക് താഴെയോട്ട് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. ഒരു അല്പം പോലും സ്ഥാനഭ്രംശം പോലും ഉണ്ടാക്കാൻ, ADGPക്ക് സ്ഥാനഭ്രംശം ഉണ്ടാക്കാൻ പോലും ഒരു തരത്തിലുള്ള നിലപാടും പിണറായി വിജയൻ എടുത്തില്ല. എന്നാൽ പിന്നീട് വളരെ ഗുരുതരമായ ഒരു ആരോപണം എന്ന രീതിയിലേക്ക് RSS നേതാക്കന്മാരെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉണ്ടാവുകയും ഈ ആരോപണങ്ങളുടെ എല്ലാം ഗതിയും വഴിയും തിരിച്ചുവിടാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ADGPയെ കുറിച്ച് വരുന്ന, അതായത് ലോ ആൻഡ് ഓർഡർ ഉള്ള സംസ്ഥാനത്തെ, ലോ ആൻഡ് ഓർഡറിന് ചുമതലയുള്ള സംസ്ഥാനത്തെ ADGPയെ കുറിച്ച് ഉയർന്ന ഗുരുതരമായ ആരോപണം, അതായത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, അതുപോലെ തന്നെ കൊലപാതകം അടക്കമുള്ള ഗുരുതരമായ ആരോപണം. ഇതിനും വലിയൊരു ആരോപണം ഇനി ഈ ലോ ആൻഡ് ഓർഡറുള്ള ADGPക്കെതിരെ ഉണ്ടാകാനിടയില്ല. അത്തരത്തിലുള്ള ആരോപണം ഉണ്ടായപ്പോൾ പോലും ഒരു നടപടിയും എടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല. അതിനുശേഷമാണ് വളരെ കൃത്യമായി തന്നെ ആരോ പ്ലാൻ ചെയ്തൊരു വാർത്തയെ RSS നേതാക്കന്മാരെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് പൂരത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ, പൂരം കലക്കാനാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ, ഒരു വർഷത്തിന് ശേഷമാണ് പിന്നീട് പൂരം, ആ പൂരം കഴിഞ്ഞ ശേഷമാണ് കണ്ടതെന്ന് വന്നപ്പോ ആ പൂരം എന്ന് പറയുന്ന ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും പിന്നീട് പിണറായി വിജയന്റെ കേസൊക്കെ സെറ്റിൽ ചെയ്യാനാണ് കേന്ദ്ര നേതാക്കന്മാരെ ADGP കണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും RSSന്റെ ദേശീയ നേതാക്കന്മാരെ ഒരു ADGP കണ്ട് സംസാരിക്കേണ്ട കാര്യമല്ല ഇതെന്ന് നമുക്ക് എവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ദത്താത്രേയ ഹസബാളെ എന്ന് പറയുന്ന സംഘത്തിന്റെ പ്രചാരകനായിരുന്ന, അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ അതൊരു അധ്യാപകൻ കൂടിയായിരുന്നു, കോളേജ് ലെക്ചർ കൂടിയായിരുന്നു, വളരെ പ്രശസ്തനായ ഒരാൾ, സംഘത്തിന്റെ ചുമതലയിലുള്ള ആളെ കാണാൻ ഏതായാലും ADGP പോയി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഈ വിഷയമെന്ന് നമുക്കറിയാം. മാത്രമല്ല കേരളത്തിലെത്തുമ്പോൾ, കേരളത്തിൽ നമുക്കറിയാം മീഡിയ കുറച്ചുകൂടി ആക്റ്റീവായി നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ വരുമ്പോ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ വരുമ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്നൊക്കെ പറയുന്നത് ഏത് വിവരക്കേടാണ്, ആരാണ് ഇത് പറയുന്നത്, ഏത് വിവരം കെട്ടവരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഥവാ അങ്ങനെ ഒരു ചർച്ച നടത്തണമെങ്കിൽ ആ ലെവലിലല്ലല്ലോ ചർച്ച നടത്തേണ്ടത്. അങ്ങനെ ഒരു ചർച്ച നടത്തണമെങ്കിൽ ഡൽഹിയിലോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ ഒക്കെ ആകാം. 1. 2, RSSന് BJPയുടെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടുകയോ അല്ലെങ്കിൽ കോടതിയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ED നടത്തുന്ന കേസുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ചെയ്യാനില്ല. അത് BJPക്കും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനൊക്കെ അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. അത് മാത്രമല്ല ഇവിടെ എന്താണ് പറഞ്ഞോട്ടെ, ഒരു ഇടപെട്ടോട്ടെ. 2023 മെയ് 23 ദത്താത്രേയ ഹൊസബളെ കാണുകയും അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ജൂൺ 2-ാം തീയതിയാണ് ഇവിടെ തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ച് റാം മാധവനെയും കണ്ടത്. അപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതൊരു ദുരൂഹ സന്ദർശനം എന്നാണ് റിപ്പോർട്ട് കൊടുത്തതെന്നാണ് മാധ്യമങ്ങളിലൊക്കെ വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ടല്ലേ അത് ശ്രദ്ധേയമാകുന്നത്. അത് കേരളത്തിലെ RSS നേതാക്കന്മാരെ ആരെങ്കിലും പോയി കണ്ട, കേരളത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും RSS നേതാക്കന്മാരെ ആരെങ്കിലും കണ്ടാൽ അത് ദുരൂഹത ആരോപിക്കുന്ന കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ അല്ലേ. കേരളത്തിൽ മദനിയെ കാണുന്നതിന് പ്രശ്നമില്ലാത്തവരും അത് മദനിയെ കണ്ടാൽ ഒരു പ്രശ്നവുമില്ല. മദനി ഏതൊക്കെ കേസുകളിൽപ്പെട്ട പ്രതിയാണ്? അത്തരത്തിലുള്ള ഒരാളെ കാണുന്നതിന് യാതൊരു പ്രശ്നവുമില്ലാത്ത കേരളത്തിലെ RSS നേതാക്കന്മാരെ കണ്ടാൽ അത് വലിയ ക്രിമിനൽ കുറ്റമായി ചിത്രീകരിക്കുന്നത് അത് അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അത് മാത്രമല്ല മുഹമ്മദ് റിയാസ് അല്ല, ഇന്നലെ AN ഷംസീർ ഇന്നലെ പറഞ്ഞിരുന്നു, RSS എന്ന് പറയുന്ന ഒരു സംഘടന അത് സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനയാണ്, രാഷ്ട്രീയത്തിൽ പോലും ഇടപെടുന്ന സംഘടനയല്ല. അങ്ങനെ ഒരു സംഘടനയുടെ ആരെങ്കിലും വ്യക്തിപരമായി കാണുന്നതിൽ എന്താണ് കുഴപ്പം? സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണോ? ഈ പറയുന്ന വാക്കുകൾക്കപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഒന്ന് പറഞ്ഞോട്ടെ. കോവളത്തെ സന്ദർശനത്തിൽ അത് മുഖ്യമന്ത്രിയുടെ ഒരു ബന്ധുവും ഒരു RSS നേതാവും കൂടാതെ കണ്ണൂരിലെ ഒരു ബിസിനസ്സുകാരനും ഉണ്ടായിരുന്നു. ചെന്നൈ ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ബന്ധുവും കൂടെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ബന്ധു ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 1. 2, മുഖ്യമന്ത്രിയുടെ ബന്ധു എന്ന് പറയുന്നതാണോ എന്നറിയില്ല. ഇനി മുഖ്യമന്ത്രിയുടെ ബന്ധു തന്നെ ആയിക്കോട്ടെ, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരൻ വന്ന് കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ ഒക്കെ ആവശ്യപ്പെട്ടാണ് കാണുന്നതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് ബന്ധുവാണോ? മുഖ്യമന്ത്രിയുടെ മരുമകനാണോ? മുഖ്യമന്ത്രിയുടെ മകളാണോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഒരാളാണോ? ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച നടക്കേണ്ടതല്ലേ.
അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താതെ ഇത് വെറുതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ഒരു ബന്ധുവുണ്ട്. ഇപ്പൊ തന്നെ ഈ RSS നേതാവിനെ പറ്റി പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യയുടെ സഹോദരനാണെന്നോ, ഭാര്യയുടെ സഹോദരൻ അനിയന്റെ എന്തോ ഒരു വലിയ ബന്ധം, അതായത് ഡയറക്റ്റ് ബന്ധം പോലുമല്ല. അങ്ങനെ നോക്കിയാൽ ഇവിടുത്തെ പല ആൾക്കാരും പലരുടെയും ബന്ധുക്കളൊക്കെ ആയിരിക്കും. നമുക്കുമൊക്കെ പല ബന്ധുക്കളും പലയിടത്തുമുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും കാണുന്നത് ആ വിഷയവുമായി ബന്ധപ്പെടുത്തിയൊന്നും അല്ലല്ലോ കാണുന്നത്. ചിലപ്പോ അത്തരത്തിലുള്ള ഒരു കാഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിപരമായ കാഴ്ചയോ, ചിലപ്പോൾ കേന്ദ്ര സർവീസിലേക്ക് അയാൾക്ക് പോകാനുള്ള എന്തെങ്കിലും അവസരം ഒരുക്കാനുള്ള കാഴ്ചയോ, അത്തരത്തിൽ പരിചയമുള്ള ബിസിനസ്സുകാരോ അത്തരത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും. അതിൽ ദുരൂഹത എന്താണെന്ന് കണ്ടെത്തേണ്ടത് ഇന്റലിജൻസിന് മുമ്പിൽ ഉണ്ടായിരുന്നല്ലേ. എന്ത് ദുരൂഹതയാണുള്ളത്? സംഘടനയാണോ? ഏതെങ്കിലും ദുരൂഹമായി പിടിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണോ? ദുരൂഹമായി രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന സംഘടനയാണോ? ഇതൊന്നുമല്ലല്ലോ. അതിൽ എന്ത് ദുരൂഹതയാണുള്ളത്? അതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഏതായാലും ADGPയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് തടയിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വിഷയങ്ങളൊക്കെ പൊക്കോണ്ടിരുന്നത് മുഖ്യമന്ത്രിയിലേക്കും സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലേക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് വിവരങ്ങൾ പൊക്കോണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഈ RSS ബന്ധം ആരംഭിച്ചപ്പോൾ കേരളത്തിലെ CPM-കാർ, അത് CPM-ന്റെ ഇടയിൽ തന്നെയുള്ള വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു വിഭാഗം RSS-കാരെ കണ്ടു എന്ന് പറയുമ്പോൾ CPM-ലെ തന്നെ ഒരു വിഭാഗം, അതായത് അടങ്ങിയിരിക്കും എന്നുള്ള ഒരു ധാരണയിൽ ചിലപ്പോൾ അഴിച്ചുവിട്ട ഇത്തരത്തിലുള്ള ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം ഇപ്പോൾ CPM-ൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയും പ്രശ്നങ്ങളും തന്നെയല്ലേ ഒരു ഞാൻ ചോദിക്കട്ടെ, ഇവർ ദുരൂഹത ആരോപിക്കുന്നുണ്ടല്ലോ. ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA, ആ പാർട്ടിയുടെ തന്നെ MLA എന്തൊക്കെയാണ് പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞത്? അന്ന് ഈ ദുരൂഹതയൊന്നും ഉണ്ടായിരുന്നില്ലേ? പിണറായി വിജയൻ ദുരൂഹതയിലായിരുന്നില്ലേ? ആരെങ്കിലും ഒരു ADGP, അയാൾക്ക് വ്യക്തിപരമായ എന്താ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണോ? അല്ലല്ലോ. ഏതെങ്കിലും ക്രിമിനൽ കേസെടുക്കാൻ പറ്റുന്ന വകുപ്പാണോ ഒരു ADGP ഒരു RSS മേധാവിയെ കണ്ടാൽ? ഇതൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ RSS നേതാവിനെ കണ്ടതുകൊണ്ടൊന്നും സാധിക്കാനുമില്ല. കാരണം പലപ്പോഴും RSS നേതാക്കന്മാർ പലരെയും കാണാറുണ്ട്. RSS-ന്റെ പ്രചാരകന്മാർ തന്നെ, അതായത് ഇതിന്റെ പ്രചരണത്തിന് ആശയങ്ങൾ ചോദിക്കുകയും പറയുകയും വീടുകളുമായി ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് പ്രചാരകന്മാർ. ഓരോ വീടും കയറി ഇറങ്ങിക്കൊണ്ട് പല രീതിയിലുള്ള പ്രചരണങ്ങൾ, അതായത് വീട്ടിൽ ചെല്ലുക, വീടുമായി സമ്പർക്കം പുലർത്തുക, ഈ സമ്പർക്കമൊക്കെ ഉണ്ട്. അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പോ അത് ആ സമ്പർക്കത്തിന്റെയും ഈ RSS-കാരുടെയും ഒക്കെ അവരുടെ ജീവിത രീതി, അവരുടെ ജീവിതചര്യകൾ, അവർ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ RSS-നെ കുറിച്ചുണ്ടെങ്കിൽ അത് മാറ്റാൻ ഒക്കെ ഇത്തരത്തിലുള്ള സമ്പർക്കങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ സമ്പർക്കങ്ങളുടെ ഒക്കെ ഫലമായിട്ടാണ് പലപ്പോഴും പലരും സംഘടനയോട് ചേർന്ന് നിൽക്കാനും സംഘടനയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കണ്ടതാണോ എന്ന് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുക? ഇതിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് ദുരൂഹതയാണ് ആരോപിക്കുന്നത്? എനിക്ക് അവിടെയാണ് ചോദ്യം ചോദിക്കാനുള്ളത്. എന്ത് ദുരൂഹതയാണ് ഇതിൽ ആരോപിക്കാനുള്ളത്? കാരാട്ട് റസാഖ് പറഞ്ഞിട്ടുണ്ട്, അജിത് കുമാർ RSS മേധാവിയെ കണ്ടത് പേഴ്സണൽ ആയിട്ടായിരുന്നു ആണ് എങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ല എന്നിപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിന് പിന്നെ PV അൻവറും KT ജലീലും ഈ കാരാട്ട് റസാഖും അവരൊരു ബെൽറ്റ് രൂപീകരിക്കുന്നു എന്നൊരു ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ PV അൻവർ ആദ്യം മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞപ്പോൾ കാരാട്ട് റസാഖും അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നിലപാടെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് കാരാട്ട് റസാഖ് നേരെ മറിഞ്ഞു, മറുകണ്ഠം ചാടിയിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇവരുടെയൊക്കെ ലക്ഷ്യം പിണറായി വിജയൻ തന്നെയാണ്, കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് ADGP വന്നപ്പോഴാണ് ഇത് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം ഇവർക്ക് പിന്നിലുണ്ടോ എന്ന് പോലും സംശയിക്കണം. KT ജലീലും കാരാട്ട് റസാഖും അതുപോലെ തന്നെ PV അൻവറും ഒക്കെ ചേർന്ന് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ RSS-നെ കൂടെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് RSS നേതാക്കന്മാരെ കാണുന്നതിൽ എന്ത് തെറ്റാണുള്ളത്. RSS നേതാക്കന്മാരുമായി വേദി പങ്കിടുന്നതിലോ കാണുന്നതിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിലോ എന്ത് തെറ്റാണുള്ളോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി ഇതിങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവാണ്. ആ നറേറ്റീവ് ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനൊരു ഉദ്യോഗസ്ഥ ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ അവരെയൊക്കെ വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കണ്ടേക്കും. അതിനിപ്പോ എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സർവീസിൽ എഴുതി വെച്ച് സർവീസ് ലംഘനങ്ങളിൽ സർവീസിന്റെ ചട്ടങ്ങളിലുണ്ടോ ഇതൊരു സർവീസ് ലംഘനമാണ് RSS നേതാക്കന്മാരെ കാണരുത്? RSS-ന്റെ പ്രചാരകനായിരുന്ന ആളാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. അപ്പൊ അമിത്ഷാ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള പലരും അത്തരത്തിൽ ആ സംഘടനയിലൂടെ തന്നെ വളർന്നു വന്ന പലരുമുണ്ട് ഇപ്പോ ഈ ഭരണതലത്തിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് തീവ്രവാദ പ്രസ്ഥാനമൊന്നും അല്ലല്ലോ. അവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരിക്കുന്നവരെ കാണാനും അവർക്ക് സപ്പോർട്ട് ചെയ്യാനും അത്തരക്കാർക്ക് വേണ്ടി നിയമസഭയിൽ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയവരാണ് RSS-നെതിരെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്നത്. അവിടെയാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം പ്രീണനമൊക്കെ കാണേണ്ടത്. ശരിയല്ല. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ
RSS നേതാവിനെ കണ്ടതിന് നിയമപരമായി യാതൊരു തെറ്റുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ LDF യോഗം നടക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഏവരും മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ, വാ തുറക്കുമോ എന്ന ഒരു ആശങ്ക ഏവരും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതായത് മുഖ്യമന്ത്രിക്ക് സത്യത്തിൽ അജിത് കുമാറിനെ തള്ളി പറയാൻ കഴിയില്ല. അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രഹസ്യങ്ങൾ, ഒരു പക്ഷേ ഈ വിഷയങ്ങളിലുള്ള രഹസ്യങ്ങൾ സ്വപ്ന വാ തുറന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നം സ്വപ്ന തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നയ്ക്ക് വഴികാട്ടിയായി നിന്നത് ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സ്വപ്നയുമായി ബന്ധപ്പെട്ട് സ്വപ്ന ഉയർത്തുന്ന ആരോപണങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ശരിയാണ് എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എടുത്തപ്പോഴാണ് മറ്റൊരു തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് ഇത് പോയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലും അജിത് കുമാറിനെ തള്ളിപ്പറയാൻ പിണറായി വിജയന് കഴിയില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ സവിശേഷ സാഹചര്യത്തിൽ, അതായത് ഈ RSS മേധാവിയെ കണ്ടു അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ വേണമെങ്കിൽ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്താനുള്ള ശ്രമം ഉണ്ടായേക്കാം. സത്യത്തിൽ പിണറായി വിജയന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയൊരുക്കൽ മാത്രമാണ് ഇപ്പോൾ ഈ RSS ബന്ധം ആരോപിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു വിഷയം നടക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്കറിയാം ഇത്രയും ദിവസമായിട്ടും അജിത്തിനെ കൈവിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മാത്രമല്ല CPI വലിയ രീതിയിലുള്ള വലിയ പ്രതിരോധം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ പന്ത് പിണറായി വിജയന്റെ കോർട്ടിൽ ഇട്ടിരിക്കുകയാണ്. അത് പിണറായി വിജയനാണ് ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എല്ലാവരും കൂടി എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ ഇവിടെ ആകെ ചെയ്യാൻ കഴിയുന്ന ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്താം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ H. വെങ്കടേഷിനെ ലോ ആൻഡ് ഓർഡറിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തും. മാത്രമല്ല DGP അടക്കമുള്ളവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചെറിയ രീതിയിലുള്ള അസ്വാരസ്യമുണ്ട്. ഷെയ്ഖ് ദർവേഷ് സാഹിബിനടക്കം അസ്വാരസ്യമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നു. ഈ വാർത്തകളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തൽക്കാലം തടി തപ്പാൻ വേണ്ടി പിണറായി വിജയന് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്നും തൽക്കാലം ADGPയെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. 4 ദിവസത്തേക്ക് ലീവിലാണ്, 14 മുതൽ 18 വരെയാണെന്ന് തോന്നുന്നു ലീവിലാണ്. അതിനുശേഷം പിന്നീട് ഒരു പക്ഷേ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സംവിധാനത്തിൽ ആംഡ് ബറ്റാലിയന്റെയോ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോ ഒരു വലിയ ആശങ്കയിലായിരുന്നു പിണറായി വിജയൻ. ശശിയെയും അതുപോലെ തന്നെ അജിത്തിനെയും ഒക്കെ തള്ളിക്കളയാനും വയ്യ. അൻവർ ഉയർന്ന പ്രതിരോധം മറ്റൊരു രീതിയിൽ അത് പാർട്ടിക്കും അൻവറിനും അതുപോലെ തന്നെ അൻവർ ഉയർത്തുന്ന പ്രതിരോധങ്ങൾ വലിയ രീതിയിൽ ദോഷം ചെയ്യുക പാർട്ടിക്കാണ് എന്നും കൃത്യമായി തന്നെ പിണറായി വിജയൻ അറിയാം. പാർട്ടിക്കാൾ ഉപരി ഒരു പക്ഷേ പിണറായി വിജയനും ഈ വിഷയം വലിയ രീതിയിൽ ബാധിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ വളരെ കൃത്യമായി തന്നെ മിണ്ടാതിരുന്നുകൊണ്ട് തൽക്കാലം അന്വേഷണം വരട്ടെ, അന്വേഷിച്ച ശേഷം ചെയ്യാമെന്ന് പറയുന്നത്. മാത്രമല്ല ADGPയെ കൂടി ഇപ്പോൾ കളത്തിലിറക്കിയിട്ടുണ്ട്. അതും വേറൊരു പിണറായി വിജയന്റെ തന്ത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ADGP ഇപ്പോൾ അൻവറിനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ആ പരാതിയിൽ ഇനി എന്തെങ്കിലും തീരുമാനം ഉണ്ടാകട്ടെ, അതിൽ അന്വേഷണം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ADGPയെ നിലനിർത്താവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ RSS ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുമ്പോൾ തീർച്ചയായും അജിത്തിനെ ഇതിൽ നിന്നും ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്നും മാറ്റാനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നന്ദി ശ്രീല, ചർച്ചയിൽ പങ്കെടുത്തതിന്.